ചെയ്ത് കാണിച്ച് തരാൻ പോകുന്നത് നേന്ത്രപ്പഴം വരട്ടിയെടുക്കുന്നത് എങ്ങനെയെന്നാണ്. ചക്കപ്പഴമൊക്കെ നമ്മളിങ്ങനെ വരട്ടി വെക്കാറില്ലേ, അതേപോലെ നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ചെയ്യാൻ പറ്റും. നല്ല പഴുത്ത പഴമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ പഴമില്ലേ, അങ്ങനത്തെ പഴം എടുക്കുകയായിരിക്കും നല്ലത്. ഞാനിവിടെ നല്ലപോലെ പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യം ശർക്കരയാണ്. ഞാനൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ വെല്ലം എടുക്കാം. പിന്നെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചുക്ക്, 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടി ഒന്ന് പൊടിച്ചു വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഞാനിത് ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴവും നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആ ശർക്കരപ്പാനി, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി നമുക്ക് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു തിള വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായും ചുക്കും കൂടി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് ആയി കഴിഞ്ഞിട്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കഴിയും. അപ്പോഴത്തേക്ക് ഏകദേശം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. ഈ സമയമാകുമ്പോൾ ഇതിപ്പോൾ ഒരുവിധം വരട്ടി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ സ്പൂണിൽ നിന്നും പാത്രത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ വിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നേന്ത്രപ്പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടെ കഴിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാമല്ലോ. നല്ലതുപോലെ തണുത്ത ശേഷം നമ്മൾ കഴിച്ചാൽ മതി. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഏതെങ്കിലും കുപ്പികളിലേക്കൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാലും ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് കേടുവരാതെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പഴം വല്ലാതെ പഴുത്ത് കറുത്ത് പോയ പഴമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയും ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.